വേങ്ങരയിലെ കണ്ണമംഗലം പഞ്ചായത്ത് അംഗം പീഡനക്കേസിൽ പ്രതിയായതോടെ ഭരണപക്ഷമായ മുസ്ലിം ലീഗ് പ്രതിസന്ധിയിലായി. സഹായം നൽകിയ ലീഗിന്റെ വനിതാ മെമ്പറും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷമായ സിപിഎം പ്രക്ഷോഭത്തിലാണ്. വരുന്ന ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയാണ് സിപിഎമ്മിന്റെ പ്രതിഷേധമെന്ന് ലീഗ് നേതൃത്വം ആരോപിക്കുന്നു. പീഡനക്കേസിലെ പ്രതിയായ മുസ്ലിം ലീഗിന്റെ മെമ്പർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് സിപിഎം പ്രക്ഷോഭം തുടങ്ങിയത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് അംഗമായ നെടുമ്പള്ളി സെയ്ദ് പീഡിപ്പിച്ചുവെന്നാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് അംഗത്വം രാജിവെച്ച യുവതിയുടെ പരാതി. ഇയാൾക്കെതിരെ വേങ്ങര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇയാളുടെ സുഹൃത്തായ ആബിദ് പീഡിപ്പിച്ചതായുള്ള പരാതിയിൽ കൊണ്ടോട്ടി പോലീസും കേസെടുത്തിട്ടുണ്ട്. ഒരു പ്രതിയെ മാത്രമല്ല, പ്രതികളെ അറസ്റ്റ് ചെയ്യണം, അവരെ കൂടുതൽ അന്വേഷണം നടത്തി ഇനി ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ അവരും കൂടി പുറത്തു കൊണ്ടുവന്നുകൊണ്ട് ഭാവിയിൽ പൊതുരംഗത്തേക്ക് ഇറങ്ങാൻ തയ്യാറായി വരുന്ന സ്ത്രീകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഈ നിലപാടിൽ നിന്ന് മാറി അവർക്ക് പ്രചോദനം ഉണ്ടാവുന്ന രീതിയിലേക്കുള്ള നിലപാടും നടപടികളും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നിന്നും വേണം. എന്നാൽ മാധ്യമങ്ങളിൽ നിന്നുമാണ് വിവരം അറിഞ്ഞതെന്ന നിലപാടിലാണ് പഞ്ചായത്ത് ഭരണസമിതി. എങ്കിലും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും. പാർട്ടി അതിന്റെ കാര്യങ്ങൾ പരാതിക്ക് അടിസ്ഥാനത്തിൽ പാർട്ടി അന്വേഷണം നടത്തിക്കൊണ്ടുവരികയാണ്. പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അന്വേഷണത്തിന് പൂർത്തീകരിച്ചിട്ടില്ല. അതിന്റെ കുറ്റക്കാരൻ ആരാണെങ്കിലും പാർട്ടി കർശന നടപടി സ്വീകരിക്കും. പഞ്ചായത്ത് ഭരിക്കുന്ന മുസ്ലിം ലീഗിന്റെ മെമ്പറായിരുന്ന പരാതിക്കാരി രാജിവെച്ചതോടെ ലീഗിന് 10 സീറ്റുകളാണുള്ളത്. സിപിഎമ്മും കോൺഗ്രസും ചേർന്ന് ജനകീയ മുന്നണിക്ക് 9 സീറ്റുകളുണ്ട്. പ്രതിയായ മെമ്പർ കൂടി രാജിവെക്കേണ്ടി വന്നാൽ അംഗങ്ങളുടെ എണ്ണം തുല്യമാകും. ആസന്നമായ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പുതിയ വിവാദം വേങ്ങരയിൽ പ്രധാന പ്രചാരണ വിഷയമാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.